ആ അത് നേരെ. എന്ത്? അല്ല ഇതേ, താൻ നല്ല മണിമണി പോലത്തെ പോയിന്റ്സ് അല്ലേ പറയുന്നത്? ആ നോട്ടം വേണ്ട. ഡോ എന്താ? അല്ല, പോയിന്റ്സ് ഞാൻ നേരെ വായിച്ചില്ല. താനേ ബുക്കിലുള്ളത് വായിച്ചാൽ മതി. ഓ, കൊണോടിയും വെച്ചോണ്ടിരിക്കുന്നു. മയക്കത്തിൽ ഞാൻ സിറിലിന്റെ മെയിൽ ഓർഗൻ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ കിടക്കാൻ പോവാ. ശുഭയ്ക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെങ്കിൽ? പേടി എനിക്ക്. പേടിക്കേണ്ട താനാ. ഇതേതാ പടം? 22 ഫീമെയിൽ കോട്ടയം. ഹോ, എന്തിനാ ഇങ്ങനത്തെ ഭയങ്കര പടങ്ങളൊക്കെ കാണുന്നത്? എൻ്റെ അടുത്ത് കുറച്ച് കോമഡി പടങ്ങളുണ്ട്, ഈ കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയ. നല്ലതാ. പോടാ. പിന്നെ ശീലായിക്കോളും. അതവിടെ വെച്ചേ. അതവിടെ വെക്കാനല്ലേ പറഞ്ഞേ? ഓറഞ്ച് അല്ലേ? മരങ്ങോടൻ നിക്കറിട്ടോണ്ട് നടക്കുന്നു. എന്താ ഉറങ്ങിയില്ലേ? അത് എനിക്ക് പേടിയാ. പേടി തനിക്ക്? പേടിക്കേണ്ടത് ഞാനല്ലേ? ഭാസി നൈറ്റ് ഡ്യൂട്ടിക്ക് പോയല്ലോ. അവൻ മുൻവാതിലൂടെ അഴിഞ്ഞു പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഡോർ അടച്ചത്. അതെ, പക്ഷേ അതോടനെ തിരിച്ചു വന്നാലോ? ആ അത് നേരാ. പാമ്പല്ലേ, ചിലപ്പം ഡിന്നറിനുള്ള ഇര കിട്ടിയാ അതും വിഴുങ്ങിച്ച് നേരത്തെ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് പേടിയാണെന്ന് പറഞ്ഞില്ലേ? പേടിയാണെങ്കിൽ ഇവിടെ കിടന്നോ. ഇവിടെ ആവുമ്പോ എന്നെയല്ലേ പേടിക്കണ്ടുള്ളൂ. കോമഡി പടം കണ്ടാൽ മതി എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. എനിക്ക് നല്ല ഉറക്കം വരുന്നു. ആ ഞാൻ ഉറങ്ങി. അതെന്താ? അത് ഹൈന എന്ന പേരുള്ള മനുഷ്യനെ തന്നെ മൃഗത്തിന്റെ ശബ്ദം. പേടിക്കണ്ടെന്നേ. ഹയനയല്ല, ആര് വന്നാലും ഞാൻ ഇവിടില്ലേ. കൊല്ലും ഞാൻ. അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്തായാലും നമ്മുടെ കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പോ പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. അല്ല, നമ്മൾ തമ്മിൽ ഒന്നും നടന്നിട്ടില്ലെന്നേ. പക്ഷെ അമേരിക്കക്കാർക്ക് അതൊരു പ്രശ്നമല്ല. ഈ കാര്യത്തിലൊക്കെ അവര് വളരെ ലിബറലാ. പിന്നെ അമേരിക്കക്കാരന് ഡിവോഴ്സ് കഴിഞ്ഞ് രണ്ടാമതൊരു കെട്ടെന്നൊക്കെ പറയുന്നത് ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്ത് രണ്ടാമതൊരെണ്ണം തുടങ്ങുന്ന പോലെ ഉള്ളൂ. ഇൻ ദാറ്റ് വേ യു ആർ റിയലി ലക്കി. എനിക്ക് പേടിയാവുന്നു. ഞാനില്ലേ? അതെ, ഇതൊന്നും ഇനി ആരോടും പറയണ്ട. എപ്പോഴാ ഡിവോഴ്സിന് വേണ്ടി നാട്ടിൽ പോണേ?
മരപ്പട്ടി ഉണർന്നോ? ഇല്ല. മാമലകൾക്കപ്പുറത്ത് മരതക പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട്. എല്ലാ മറുനാടൻ മലയാളികൾക്കും വെള്ളമകത്ത് തന്നാ വരുന്നത് ഒരൊറ്റ പാട്ടാ. ഇപ്രാവശ്യം നാട്ടിൽ പോയി കഴിഞ്ഞാ പിന്നെ ഞാൻ തിരിച്ചു വരത്തില്ല. താനിത് പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? താനും പോവില്ല, ഞാനും പോവില്ല. എടോ, ആ കൊച്ചു കേരളത്തിലെ രാഷ്ട്രീയം അല്ലാതെ വേറെ എന്ത് തൊഴിലുള്ളത്? അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? നമുക്ക് സോളാർ ബിസിനസ് തുടങ്ങാം. അതാണെങ്കിൽ ഇഷ്ടം പോലെ കാശും വരും, പത്രത്തിൽ പടവും വരും, നാട് മുഴുവൻ VIP പോലെ പോലീസുകാരുടെ അകമ്പടിയോടെ നടക്കാനും പറ്റും. നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേടാ പണം തീർത്തുകൊള്ളും. എന്തൊക്കെയാണേലും നമ്മുടെ സ്വന്തം ജന്മനാടല്ലേ. ശുഭേ, ആ വൈനുണ്ടോടി മോളെ? ഉണ്ട് ചേച്ചി. എമ്മ കമിങ്. സാർമാരൊക്കെ ഫിറ്റ് ആണല്ലോ അല്ലേ? എന്തേത്? താങ്ക് യു. വിനയൻ സാറാ, ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ. ഇതാര്? ഇനി വരാൻ, ഇനി വരാൻ. പാടി മോളെ. ഭദ്രണ്ണ, നമുക്ക് നമുക്ക് ആഘോഷിക്കാം. ആ പെണ്ണിന്റെ ഒരു ഗതികേട്. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഏയ് വേണ്ട വിനയ, നീ ഇടപെട്ട കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ. നിനക്കറിയില്ലേ അവനെ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സ്വന്തം മോളായിരുന്നെങ്കിലോ? അവനോട് നമ്മൾ സംസാരിച്ചാൽ അവൻ നമ്മളെയും തല്ലും. നമുക്കിവിടെ ജീവിക്കണ്ടേ? ശുഭേ, ഞാഴിഞ്ഞാട്ടം ഞാൻ നിർത്തി തരാടി. എന്റെ ദേഹത്തെ തൊട്ടാ നിന്റെ കൈ ഞാൻ വെട്ടും. വാ, നിക്കടി. മാറത്തിക്കടാ.